ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ദൈത്യന്മാരുടെ പരമമായ ഗുരു അസുരാചാര്യൻ. പരമമായ ഗുരു ആചാര്യനാകുന്നു, അസുരാചാര്യനാകുന്നു. ആ അസുരാചാര്യനായ ശുക്രൻ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. വിവാഹം, സൗഭാഗ്യങ്ങൾ, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, വാഹനം, ആഡംബരം, ജീവിതം പച്ച മലയാളത്തിൽ അടിച്ചു പൊളിച്ച് തീർക്കുക. ഇതൊക്കെ ആരുടെ ധർമ്മമാണ്? ശുക്രൻ്റെ ധർമ്മമാണ്. രണ്ട് ആചാര്യന്മാരാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴം. പക്ഷെ വ്യാഴത്തിനാണ് പ്രാധാന്യം. ബൃഹസ്പതി ജീവഹ, ഒരാളെ ജീവിപ്പിക്കുന്നതാണ് വ്യാഴം. മറിച്ച് ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ കാരകനാകുന്നു. ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം. ശുക്രൻ കലകളിലും മറ്റ് ഭൗതികമായ സുഖങ്ങളിലും മാത്രം താല്പര്യം. വ്യാഴമാണെങ്കിൽ ആത്മീയമായ സുഖങ്ങളോടുള്ള താല്പര്യം. ഇതാണ് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് ആചാര്യന്മാരാണ്, പരമ ആചാര്യന്മാരാണ്. അതിൽ ശുക്രാചാര്യൻ എന്തുകൊണ്ടും മഹനീയമായൊരു സ്ഥാനത്തെ കൽപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ. ഇവിടെ ശുക്രൻ കർക്കിടകത്തിൽ നിന്നും തൻ്റെ ശത്രുക്ഷേത്രമായ, കർക്കിടകവും ശുക്രന് ശത്രുക്ഷേത്രമാണ്, ചന്ദ്രക്ഷേത്രം, മറ്റൊരു ശത്രുക്ഷേത്രമായ സൂര്യക്ഷേത്രത്തിലേക്ക് വരികയാണ്. പക്ഷെ കർക്കിടകത്തിലെ സൂര്യൻ പ്രബലമായ ശോകത്തെയും മതത്തെയും ഉണ്ടാക്കുന്ന ശുക്രനായിരുന്നു. പക്ഷെ ചിങ്ങത്തിലെ സൂര്യൻ ഹരോ യോഷാർത്ഥാപ്തിഹി, തനിക്ക് സ്ത്രീധനം കിട്ടും, സ്ത്രീകളിലൂടെ ധനം വരും, സ്ത്രീകളെ കൊണ്ട് തനിക്ക് ധനമുണ്ടാകും. പ്രവര യുവതിഹി, തൻ്റെ ജീവിതത്തിൽ ധാരാളം യുവതികൾ വരും. മന്ദധനേഹ, ഇത്തിരി മന്ദനായ സന്താന യോഗവും ഈ ശുക്രൻ നൽകപ്പെടും. ചിങ്ങരാശിയിൽ നിൽക്കുന്ന ശുക്രൻ. ഏതായാലും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 29 ദിനങ്ങളാണ് ശുക്രൻ ചിങ്ങരാശിയിൽ നിൽക്കുന്നതെന്ന് അറിയുക. അതുവരെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം നിരൂപണം ചെയ്യുന്നത്. ഏതായാലും ശത്രുക്ഷേത്രത്തിലാണെങ്കിലും ആ ശുക്രൻ അവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം, ആശ്രയ ഫലം വളരെ നല്ലതാണ് എന്നറിയുക. ഭാര്യയിലൂടെ നല്ല ഉയർച്ചയുണ്ടാവുക. അപ്രകാരം തന്നെ സ്ത്രീജന്യമായ, സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന കർമ്മമേഖലകളിലൂടെ തനിക്ക് ധനം സമ്പാദനം ഉണ്ടാകുവാൻ, ആർജിക്കുവാൻ കഴിയുക തുടങ്ങിയ പ്രത്യേകതകളെല്ലാം തന്നെ ഈ ശുക്രൻ ഈ 29 ദിനക്കാലം പ്രദാനം ചെയ്യുമെന്ന് അറിയുക. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ കന്നിയിലേക്ക്, തൻ്റെ നിജക്ഷേത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ 12 രാശിക്കാരുടെ ഫലം സവിസ്തരം നാം പ്രതിപാദിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ നിന്ന് 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ചാരവശാൽ ശുക്രൻ നിൽക്കുന്നത് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം 2-ാം ഭാവത്തിലാണ്. ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് 4-ാം ഭാവാധിപൻ, മറ്റൊന്ന് ലാഭാധിപൻ. അതിനാൽ ഈ ശുക്രൻ നല്ല വാക്കിലൂടെ, നല്ല സംസാരത്തിലൂടെ തൻ്റെ ആളുകളെ ആകർഷിക്കുക, ധനപരമായ ഉയർച്ചയിലേക്ക് ആ സൗഹൃദം നയിക്കുക, വാക്കുകൊണ്ട് ലാഭമുണ്ടാകും. അതിനാൽ കർക്കിടക രാശി വിദേശ രാശിയാണ്. വിദേശത്ത് സഞ്ചരിക്കുന്ന, അന്യദേശത്ത് പോയി ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ പ്രഭാഷകർക്ക്, തങ്ങളുടെ ധർമ്മം, മതം പ്രചരിപ്പിക്കുന്നവർക്കൊക്കെ തന്നെ ഈ ശുക്രൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകും. പലപ്പോഴും 4-ാം ഭാവം, 4-ാം ഇടം അമ്മയാണ്, അമ്മാമന്മാരാണ്. അതിനാൽ പലപ്പോഴും അമ്മയുടെ ഇളയ സഹോദരങ്ങൾ, സഹോദരിമാർ, ഇവരെ കൊണ്ടൊക്കെ തന്നെ ധാരാളം ധനപരമായ അഭിവൃദ്ധി ഈ ശുക്രൻ പ്രദാനം ചെയ്യും. ലാഭാധിപൻ ധനത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും തനിക്ക് ധനപരമായ അഭിവൃദ്ധി ഈ ശുക്രൻ പ്രദാനം ചെയ്യപ്പെടുകയാണ്. നല്ല വാക്കാണ് സംസാരിക്കുക. 2-ൽ ശുക്രൻ വരുമ്പോൾ നല്ല വാക്ക് സംസാരിക്കുന്നു. മുഖം ചാരുഭാഷം, താൻ മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകുന്നു. മനീഷാഭിചാർവി, തനിക്ക് ധാരാളം ബുദ്ധി ഉണ്ടാകുന്നു. സുഖം ചാരുജാനൂടി വാസാംസിതസ്യ, തനിക്ക് നല്ല മനോഹരമായ വസ്ത്രങ്ങൾ ഉണ്ടാകുന്നു. വസ്ത്രങ്ങൾ അധികാരത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ പല അധികാര ഘട്ടങ്ങളിലും നല്ല വസ്ത്രം, നല്ല പദവിയിൽ പോയി നല്ല അവാർഡുകൾ, അംഗീകാരങ്ങൾ സ്വീകരിക്കുവാനുള്ള അവസരം ഈ ഒരു മാസക്കാലം ശുക്രൻ പ്രദാനം ചെയ്യുന്നതാണ്. കുടുംബസ്ഥിത പൂർവ്വദേവസ്യ പൂജ്യ കുടുംബേനകം ചാരുചാർവ അംഗനാശ, എല്ലാം നല്ല ഫലങ്ങളാണ്. ഏതായാലും കർക്കിടക രാശിക്കാർക്ക് ഇത് ജന്മവ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ശുക്രൻ്റെ 2-ാം ഭാവത്തിലുള്ള വരവ്, ഭൂമിപരമായ വിഷയത്തിൽ, കുടുംബത്തിൽ സമാധാനം, താൻ ഭരിക്കേണ്ടത് തൻ്റെ ഭാര്യാസന്താനങ്ങൾ, അവിടെയെല്ലാം തന്നെ തനിക്കൊരു പ്രാധാന്യം കൈവരുന്ന സമയമാണ്. സംഗീതം അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ, അല്ലെങ്കിൽ സംഗീത വിഷയങ്ങൾ, പുതിയ പാഠ്യവിഷയങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഈ ശുക്രൻ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും. സംശയമില്ല. എല്ലാവിധ മംഗളങ്ങളും.